പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടികളെയോ സൃഷ്ടവസ്തുക്കളെയോ നാം സ്നേഹിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നാം മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും എല്ലാം സ്നേഹിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ യേശു നമ്മോട് പറയുന്നത്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരെയോ മറ്റു വസ്തുക്കളെയോ സ്നേഹിക്കുന്നത് തെറ്റാണ് എന്ന് കർത്താവ് പറയാണ്. അങ്ങനെ നാം ആകുന്നതിന് കാരണം നമുക്ക് ലോകത്തോടുള്ള താല്പര്യം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ചൊരു പരാതി ഉണ്ടാകും. ആ പരാതിയാണ് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധഃപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ നാം ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. നമുക്ക് ആദ്യം ദൈവത്തോടുണ്ടായിരുന്ന ആ സ്നേഹവും ബഹുമാനവും അടുപ്പവും ആഴത്തിലുള്ള ബന്ധവും ഇന്നുണ്ടോ? അതിന് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ സമയം കളയാതെ എത്രയും പെട്ടെന്ന് അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ലോകത്തെയും ലോകവസ്തുക്കളെയും നാം കൂടുതലായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ചിലർക്ക് ധനമാണ് ദൈവമായിട്ട് മാറുന്നത്, ചിലർക്ക് വ്യക്തിബന്ധങ്ങളാണ്, ചിലർക്ക് ലോകത്തിലെ പേരും പ്രശസ്തിയും സമ്പത്തും ആർഭാടവും എല്ലാം ദൈവങ്ങളായി മാറാറുണ്ട്. അപ്പോൾ യഥാർത്ഥ സൃഷ്ടാവായ ദൈവം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ആദ്യത്തെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും? ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തു? അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ള ആ കടപ്പാടും ആഴത്തിലുള്ള ബന്ധവും നമുക്ക് ഉണ്ടാകുന്നത്. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയെ, അതായത് നാം ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. യേശു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിക്രൂരമായ വിധത്തിൽ പീഡകൾ ഏറ്റ് കുരിശിൽ ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ അനുദിന ജീവിതം ദൈവത്തോട് കടപ്പാട് ആഴത്തിലുള്ള ബന്ധം ഉള്ളവരായി നാം മാറും. എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണം, ദൈവത്തിന് വേണ്ടി സഹിക്കണം, ദൈവത്തിന് വേണ്ടി താഴ്ന്നു കൊടുക്കണം, എളിമപ്പെടണം എന്നുള്ള ചിന്തയെല്ലാം നമ്മുടെ മനസ്സിൽ അപ്പോഴാണ് രൂപം കൊള്ളുന്നത്. നാം അനുതപിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അനുതപിക്കുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടും പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞപ്പോൾ അവൻ ഭാഗ്യവാനായി മാറി, വിശുദ്ധ പത്രോസായി മാറി. അതുപോലെ പാപിനിയായ സ്ത്രീ തൻ്റെ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകിക്കഴിഞ്ഞപ്പോൾ അവളും വിശുദ്ധിയുള്ളവളായി മാറി. അത് ഭാഗ്യമുള്ളവളായി അവൾ മാറിയത്. അത് നാം അനുതാപത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ്. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം അതിയായി സന്തോഷിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയാണ്. അപ്പോൾ അനുതാപത്തിലേക്ക് വന്ന് യേശു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നൊരു ബോധ്യത്തിൽ വന്ന് നാം നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആകുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട്
സാധിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.